ശേഷമായിരിക്കും ഇനി ഇത് അർജുന്റെ തന്നെയാണോ എന്നത് ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. എന്നാൽ തുടരുക. ഇപ്പോൾ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഈശ്വർ മൽപെ, താങ്കൾ വളരെയധികം പ്രയത്നം നടത്തി. താങ്കൾക്ക് ഈ തുടക്കം മുതൽ തന്നെ ഈ സ്ഥലത്ത് ഈ ലോറി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നോ? கண்டிப்பா அவருக்கு சொல்லிட்டு CP2ல ஆசைட்டு நமக்கு കണ്ടില്ലെങ്കിൽ നമുക്ക് അനുപ്പിവിട്ടില്ല. ആ സമയത്തിൽ അവിടെ നമുക്കൊരു 2 വണ്ടി കിട്ടി. പിന്നെ ആ തടിക്ക് പീച്ച് എവിടെ കിട്ടി? 20 പീച്ച് തടി കഷ്ണത്തിൽ പക്കത്തിലെ ലോറി കിട്ടി. 20 ആക്കേഷ് തടി കിട്ടിയല്ല, ആ പക്കത്തിലെ ലോറി കിട്ടിട്ട് അവർക്ക് അടിഭാഗത്തില്. അതായത് ആ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ട് എന്നുള്ള കാര്യവും താങ്കൾക്ക് ഉറപ്പായിരുന്നു? ആ കൺഫേം അർജുന്റെ ബോഡി, അത് കൺഫേം അർജുന്റെ ബോഡി. താങ്കൾ ഈ മുങ്ങി നടത്തിയ പരിശോധനയിൽ ആ ഭാഗത്ത് ഒക്കെ എത്താൻ കഴിഞ്ഞിരുന്നോ? കണ്ടിപ്പോ ആ സൈഡ് ആറ് പോയില്ല. അതിപ്പോ ഡ്രഡ്ജർ സൈഡിൽ പോയിട്ട് CP ഇന്ദ്രബാലൻ അത് വെച്ച് നോക്കിയായിരുന്നു. അയസ്കാന്ത അത് നോക്കി ആ സ്ഥലത്തില് ജാസ്തി പ്രഷർ ഉണ്ട്. അവിടെ മണ്ണെടുത്ത സമയത്തിൽ അത് കിട്ടി, മണ്ണിൽ അടിഭാഗത്തില്. ഈ ലോറി ഏത് നിലയിലായിരുന്നു? ഇത് ലോറിയുടെ പിൻഭാഗം മണ്ണിൽ പുതഞ്ഞ നിലയിലായിരുന്നു അവിടെ കണ്ടെത്തിയത്? ಎಲ್ಲ മണ്ണിലെ അടിഭാഗത്തിലിരുന്ന ഈ തടി പീസിന്റെ തൊട്ട ഒരു 10-20 ഫീറ്റ് ദൂരത്തില് ഈ ലോറി കിട്ടി. അതായത് ലോറി അവിടെ പൂർണ്ണമായിട്ടും മണ്ണിൽ പുതഞ്ഞ നിലയിലായിരുന്നു. അത് അങ്ങനെ ഒരു അവസ്ഥയിൽ പുറത്തെടുക്കാൻ വളരെ വലിയൊരു ശ്രമം തന്നെ വേണ്ടി വന്നു. ക്രെയിൻ ഉപയോഗിച്ച് ഒടുവിൽ ഉയർത്തി അർജുന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ തുടക്കം മുതലുള്ള ഈ ദൗത്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 5ാം ഘട്ടത്തിൽ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയാണോ ഇപ്പോൾ നമുക്ക് വിജയം കണ്ടു എന്ന് ആ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക? കണ്ടിപ്പോ ഇന്ന് ആ സൈഡിലെ മണ്ണ് തോടിയ മാത്രം അത് കിട്ടും. ഇപ്പൊ മണ്ണ് എടുത്ത സമയത്തിൽ അർജുന്റെ ലോറി കിട്ടി. ലോറിന്റെ കാരറ്റിന് മേലെ എടുത്ത സമയത്തിൽ മേലെ വന്നത് മണ്ണിൽ അടിഭാഗത്തിലിരുന്നു. ഹലോ, ശരി ഈശ്വർ, ശരി. അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അമ്മയ്ക്കൊരു അത് കിട്ടിയല്ലേ, മകന്റെ ബോഡി കിട്ടിയില്ലേ, നല്ല എല്ലാ കേരളക്കാരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു അർജുന്റെ ബോഡി കിട്ടി. നല്ല നേരത്തിലുള്ള ഇതായ നമ്മൾ എന്ന് ചൊല്ലു. അതെ, നന്ദി ശ്രീ ഈശ്വർ മൽപെ. അദ്ദേഹം തുടക്കം മുതൽ തന്നെ ഈ ദൗത്യത്തിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അർജുന്റെ വീട്ടിലെത്തിയിരുന്നു, കുടുംബാംഗങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു അർജുനെ കണ്ടെത്തി നൽകുമെന്ന്. എന്തായാലും ആ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ 3ാം ഘട്ട